എവരിവൺ ക്ലാസ് 9 നമ്മുടെ SCERT വരുന്ന മാത്സിൽ ചാപ്റ്റർ 4 മൾട്ടിപ്ലിക്കേഷൻ ഐഡൻറ്റിറ്റീസിലത്തെ ഫസ്റ്റ് എക്സസൈസ് ആണ് നമ്മളിന്ന് സോൾവ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ പേജ് 64 ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മളിവിടെ എഴുതിയിട്ടുള്ളത്. 71 × 91. അപ്പോൾ ഇത് നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് നമ്മളൊരു ഫോർമുല യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ പഠിച്ചിട്ടുള്ളൊരു ഫോർമുല തന്നെയാണ്. എക്സ് പ്ലസ് വൈ ഇൻറ്റു u പ്ലസ് വി. ഇത് നമ്മൾ സോൾവ് ചെയ്യുന്ന രീതി ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇവിടെ നമ്മൾ ഈ എക്സിനെ ഈ യു കൊണ്ട് ആദ്യം മൾട്ടിപ്ലൈ ചെയ്യും. എക്സ് യു, അത് കഴിഞ്ഞിട്ട് എക്സിനെ ഈ വി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ ഇവിടെ പ്ലസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ എക്സ് വി എന്ന് എഴുതും, പോസിറ്റീവ് ആയതുകൊണ്ട്. അതിനുശേഷം നമ്മൾ ഈ വൈ എടുത്തിട്ട് യുവിനെ മൾട്ടിപ്ലൈ ചെയ്യും, പ്ലസ് വൈ യു. പിന്നെ നമ്മൾ വൈനെ വി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ ഇതാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ള ഒരു ഫോർമുല. അത് ഇങ്ങനെ വരണ വെച്ചാൽ ഈ എക്സ് പ്ലസ് വൈ ഇൻറ്റു യു പ്ലസ് വി എന്ന് വരുന്നത് നമ്മൾ എഴുതാം. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ. ആദ്യം ഇത് രണ്ടും ചെയ്യും, പിന്നെ ഇത് ചെയ്യും. അങ്ങനെയാണ് നമ്മളിത് മൾട്ടിപ്ലൈ ചെയ്യണത്. അപ്പോൾ എക്സ് പ്ലസ് വൈ ഇൻറ്റു യു പ്ലസ് വി ഈക്വൽ ടു എക്സ് ഇൻറ്റു യു പ്ലസ് വി പ്ലസ് വൈ ഇൻറ്റു യു പ്ലസ് വി അല്ലേ. അപ്പോൾ നമ്മൾ എക്സിനെ യു കൊണ്ട് ചെയ്യുമ്പോൾ നമുക്ക് എക്സ് യു കിട്ടി, എക്സിനെ വി കൊണ്ട് ചെയ്യുമ്പോൾ എക്സ് വി കിട്ടി, പ്ലസ് യുവിനെ ഇത് ചെയ്യുമ്പോൾ യുവിനെ വൈ കൊണ്ട് ചെയ്യുമ്പോൾ ഇത് കിട്ടി, വൈനെ വി കൊണ്ട് ചെയ്യുമ്പോൾ വൈ വി കിട്ടി. അപ്പോൾ ഈ ഒരു ഫോർമുല നമുക്ക് ഇവിടെയും അപ്ലൈ ചെയ്യണം. ഓക്കെ, അതിങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്യാന്നുള്ളത് നമുക്ക് പതുക്കെ നോക്കാം. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇങ്ങനത്തെ കുറേ ഈ മോഡലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പിന്നെയും ചെയ്യാനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ചാപ്റ്ററിൽ കുറച്ച് ഫോർമുലകളാണ് ഉള്ളത്. അത് പഠിക്കുകയാണെങ്കിൽ പിന്നെ ചാപ്റ്റർ നല്ല എളുപ്പമാണ്. ഇപ്പോൾ നമുക്കിവിടെ 71 91 ഇതാകെ ഒറ്റ ഒരു സിംഗിൾ നമ്പർ ആയിട്ടാണ് നമുക്ക് തന്നിട്ടുള്ളത് അല്ലേ. 2 ഡിജിറ്റ് ആയിട്ടുള്ളൊരു സിംഗിൾ നമ്പർ ആയിട്ടാണ് തന്നിട്ടുള്ളത്. പക്ഷേ ഇതിലൊക്കെ എക്സ് പ്ലസ് വൈ യു പ്ലസ് വി എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് നമ്പേഴ്സിൻ്റെ സമ്മായിട്ട് ഇതിനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യണം. അപ്പോൾ 71നെയും 91നെയും നമുക്ക് എന്തിൻ്റെങ്കിലും സമ്മായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റണതുണ്ടോ? ഉണ്ട്. 70 + 1 അല്ലേ 71. അപ്പോൾ നമുക്ക് 70 + 1 × 90 + 1 എഴുതിക്കൂടെ? എഴുതാലോ. അപ്പോൾ എക്സ് പ്ലസ് വൈ യു പ്ലസ് വി അങ്ങനെയായി ഇല്ലേ. ആ ഒരു ഫോർമുല നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എക്സ് യു പ്ലസ് എക്സ് വി പ്ലസ് വൈ യു പ്ലസ് വൈ വി അങ്ങനത്തെ ആ ഒരു ഇതിലേക്കാണ് നമ്മൾ ആക്കേണ്ടത്. അതായത് ഇതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇതിനെ ഇതുകൊണ്ട് ചെയ്യാം. അപ്പോൾ 7 9s നമുക്ക് കിട്ടിയിട്ടുള്ളത് 630 ആണ്, അല്ല 6300 ആണ്, സോറി 6300 പ്ലസ് പിന്നെ 7 9s നമ്മൾ 70 × 90 രണ്ട് 0 ഇടണം കേട്ടോ. 7 9s 63, രണ്ട് 0 ഇട്ടപ്പോൾ 6300. പിന്നെ അടുത്തത് 70 × 1 70, 1 × 90 90 പ്ലസ് 1. നമ്മളിത് രണ്ടും കൂടിയിട്ട് ആഡ് ചെയ്യണതാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ്. അത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? 160 അല്ലേ കിട്ടുക. അപ്പോൾ 6300 പ്ലസ് 160 പ്ലസ് 1 നമുക്ക് ടോട്ടൽ ചെയ്യുമ്പോൾ 6461 കിട്ടും. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ വരിക. ഓക്കെ, ഇത് വേറൊരു ഫോർമുല വെച്ചിട്ടുകൂടി നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. അത് ഞാൻ ഒരു ഫോർമുലയോടും ജസ്റ്റ് ഇവിടെ എഴുതി തരാം. അപ്പോൾ ഈ ഒരു കണക്കിന് നമ്മൾ എക്സ് പ്ലസ് 1 ഇൻറ്റു വൈ പ്ലസ് 1 ഈക്വൽ ടു ഇതിൻ്റെ രണ്ടിൻ്റെ പ്രോഡക്റ്റ് ആദ്യം എഴുതുക, എക്സ് വൈ പ്ലസ് ഇതിൻ്റെ രണ്ടിൻ്റെ സമ്മ ആദ്യം എഴുതുക, എക്സ് പ്ലസ് വൈ പ്ലസ് ഇവിടെയും 1 സെയിം നമ്പറിൽ നമുക്ക് വരണേ. അപ്പോൾ 1 എഴുതുക. ഇത് മറ്റുള്ള നമ്പേഴ്സിന് പറ്റില്ല. ഈ ഒരു ഫോർമുല വെച്ചിട്ട് 1 വരുമ്പോൾ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് ഈ ഒരു ഫോർമുല പഠിക്കുകയാണെങ്കിൽ ഇതുപോലെ തന്നെയാണ് വരിക അല്ലേ. നമ്മളിപ്പോൾ എക്സ് ഇൻറ്റു വൈ എക്സ് വൈ വരും, എക്സ് ഇൻറ്റു 1 എക്സ്, വൈ ഇൻറ്റു നമ്മൾ 1 ഇൻറ്റു വൈ ചെയ്യുമ്പോൾ വൈ കിട്ടും, 1 ഇൻറ്റു 1 1. അപ്പോൾ നമ്മളൊരു ടേമായിട്ട് കൺസിഡർ ചെയ്യും അതിനെ മുഴുവനും. അപ്പോൾ നമ്മൾ ചെയ്ത് നോക്കാതെ തന്നെ അപ്പോൾ നമുക്ക് 70 + 1 നേരത്തെ ചെയ്ത കണക്ക് അതേപോലെ 70 + 1 × 90 + 1 വരികയാണെങ്കിൽ ആദ്യത്തെ രണ്ട് നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് എടുക്കുക. അതായത് ഇത് രണ്ടും 6300. ആദ്യത്തെ രണ്ട് നമ്പേഴ്സിൻ്റെ സം എടുക്കുക 160 പ്ലസ് അപ്പുറത്തുള്ള നമ്പർ 1 എഴുതാം. നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 6461 കിട്ടും. അപ്പോൾ നമുക്ക് ഇവിടെ ചെയ്ത ആൻസറും ഇവിടെ ചെയ്ത ആൻസർ സെയിം അല്ലേ കിട്ടിയത്.
അപ്പോൾ ഇതിൽ ചെറിയൊരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. പറഞ്ഞത് വേറെ ഒന്നുമല്ല, നമ്മൾ ചെയ്തത് എന്താ, എക്സ് മൾട്ടിപ്ലൈഡ് ബൈ വൈ ഈസ് എക്സ് വൈ, എക്സ് മൾട്ടിപ്ലൈഡ് ബൈ 1 ഈസ് എക്സ്. അങ്ങനെ ചെയ്ത് നോക്കിയിട്ടാണ് നമ്മൾ അവിടെ ഈ ഒരു ഫോർമുല ഉണ്ടാക്കിയെടുത്തത്. പക്ഷേ ഇവിടെ അത് ചെയ്യാതെ തന്നെ നമുക്ക് ഫസ്റ്റ് 2 നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ്, ഫസ്റ്റ് 2 നമ്പേഴ്സിന്റെ സമ്മ് രണ്ടും എഴുതുക എന്നുള്ള നമ്മൾ മനസ്സിൽ ഉറപ്പിച്ചിട്ട് അതിൻ്റെ അപ്പുറത്ത് ഈ ഒരു 1 അതേപോലെ എഴുതി. അങ്ങനെ ചെയ്തപ്പോൾ നമുക്ക് ആ ഒരു ഫോർമുല കിട്ടി. അത് നമുക്ക് 1 ഉള്ളപ്പോൾ 1 ആണ് രണ്ട് സൈഡിലും വരണമെന്നുണ്ടെങ്കിൽ നമുക്കത് ഏതൊരു ക്വസ്റ്റ്യനിൽ അപ്ലൈ ചെയ്താലും ആൻസർ ഇങ്ങനെ കിട്ടും. അപ്പോൾ ഈ ഒരു മെത്തേഡ് വെച്ചിട്ടാണ് നമ്മൾ ഇനി വരുന്ന ഇങ്ങനത്തെ ഒരു 1 അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക കേട്ടോ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.